വീടുകളിലും പള്ളികളിലും സാധാരണ ഓതുന്നതിനേക്കാളെ ഖുർആൻ ഓത്തുകൊണ്ട് അതിനെ ആദരിക്കുക. അത് നേരത്തെ റമദാൻ വന്നാൽ ചെയ്തു പോരുന്ന കാര്യം. പിന്നെ റമദാനിന്റെ ആദരവായിട്ട് ജനങ്ങൾ ചെയ്ത് മുൻഗാമികൾ ചെയ്തു വന്ന് എല്ലാ പള്ളികളിലും രാവിലും പകലും ഇൽമിന്റെ മജ്‌ലിസ്, ഇത് രണ്ടും നേരത്തെ മഹാന്മാർ ചെയ്തു പോന്ന അങ്ങനത്തെ റമദാനെ ആദരിക്കുന്ന വലിയ ഒരു അമലായിട്ടാണ് ഈ മഹത്തായ മജ്‌ലിസ് നമുക്ക് അല്ലാഹു തആല സാധിപ്പിച്ചത്. അതുകൊണ്ട് ഈ അമലിന് അല്ലാഹു തആല ഖുർആന്റെ ബഹുമാനമായിട്ട് സ്വീകരിക്കട്ടെ. ഇത്രയും വലിയ ദിക്ർ ദുആകളിൽ ഒരു മജ്‌ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പരസ്പരം ശഫാഅത്ത് ചെയ്യുമെന്നാണ്. ഞങ്ങൾ ഒന്നായിട്ട് ദിക്റിൽ പങ്കെടുത്തവരാണ്. അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ, ഞങ്ങളെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തുന്ന ശഫാഅത്ത്, ആ ശഫാഅത്ത് ഈ മഹാന്മാരോടൊപ്പം ഈ ബഹുമാനപ്പെട്ട ദിക്റിൽ പങ്കെടുത്ത് നമുക്ക് മജ്‌ലിസിൽ പങ്കെടുത്ത നമുക്കൊക്കെയും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. اللهم إنا نسألك نتوجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر اللهم شفعه بنا بجاهه عندك اللهم إنا نسألك بحقك العظيم وبحق نور وجهك الكريم وبحق عرشك العظيم وبما حمل كرسيك من عظمتك وجلالك وجمالك وبهائك وقدرتك وسلطانك وبحق أسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم أرحم الراحمين يا سيدنا ربي അസ്മാഉൽ ഹുസ്നന്റെ ഹക്ക് കൊണ്ടും അമ്പിയാക്കൾ ഔലിയാക്കളുടെ ജാഹ് ബർക്കത്ത് കൊണ്ടും പരിശുദ്ധ റമദാനിന്റെ ഹുർമത്ത് കൊണ്ടും പരിശുദ്ധ ഖുർആനിന്റെ മഹത്ത് കൊണ്ടും ഈ റമദാനിന്റെ ബർക്കത്ത് കൊണ്ടും ഈ ബഹുമാനപ്പെട്ട മഹാന്മാരായ സയ്യിദന്മാരെ ആലിമീങ്ങൾ സാലിഹീങ്ങൾ എല്ലാം നിറഞ്ഞ് നേതൃത്വം കൊടുക്കുന്ന നിറഞ്ഞ് സംബന്ധിച്ച ഈ മജ്‌ലിസിന്റെ ഇൽമിന്റെ മജ്‌ലിസിന്റെയും ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചോനെ, ദുനിയാവിന്റെ ആവശ്യങ്ങളും ആഖിറത്തിന്റെ ആവശ്യങ്ങളുമായി നിന്റെ മുമ്പിൽ സങ്കടം പറയാൻ ഞങ്ങൾ ഉയർത്തുന്ന ഈ കൈകൾ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഖായിബാക്കർദേ റഹ്മാനെ, ഞങ്ങളെ അമലുകൾ നീ സ്വീകരിക്കണേ റബ്ബേ. സയ്യാത്തുകളെ മാഫാക്കണേ തമ്പുരാനെ. ആഫിയത്തിനെ മൗത്ത് വരെ കാക്കണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. പഠിച്ച തമ്പുരാനെ, ഞങ്ങളുടെ മേലിൽ ഹക്കുള്ള പല ആളുകളുമുണ്ട്. പലരുടെയും വാക്കാലും പ്രവൃത്തിയാലും പലരും ഞങ്ങൾ കൈവച്ചു പോയി. എല്ലാവരെ കൊണ്ടും പൊരുത്തപ്പെടിക്കാനും പറഞ്ഞു തീർക്കാനും സാധിക്കാത്ത ഒരവസ്ഥയിലാണെങ്കിലും പഠിച്ചവനെ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെ ഹസനാത്തുകളെ ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരെ സയ്യാത്തുകളെ മാഫാക്കണേ തമ്പുരാനെ. ഞങ്ങളെ അമലിൽ നിന്ന് അവർ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയില്ലാതെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവരെ ഹക്ക് നീ ഏറ്റെടുക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകൾ ഈ മജ്‌ലിസിലായിക്കൊണ്ടും ഈ സംഭാവന തന്നവരിലും അതുപോലെ തന്നെ ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഇവിടെ നിന്നും അല്ലാതെയും ഞങ്ങളിൽ നിന്ന് ഓരോരുത്തരോടും ഏൽപ്പിച്ച പലരുമുണ്ട്. ആരോടെല്ലാം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ മുറാദുകളൊക്കെയും അവർ തേടിയതുപോലെ അവർക്ക് നീ നൽകണേ റഹ്മാനെ. അവരെ ബുദ്ധിമുട്ടുകളൊക്കെ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെ ഹാജത്തുകളെ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരെ രോഗങ്ങളെ നീ ഞങ്ങളുടേതും ശിഫയാക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ജീവിതത്തിൽ ബർക്കത്തും ഐശ്വര്യവും സമാധാനവും തഖ്വയോടുകൂടെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസ് നിന്റെ റഹ്മത്തും ഇജാബത്തും മഗ്ഫിറത്തും ഹസനാത്തുകളും മലായികത്തുകളെ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട മജ്‌ലിസാക്കണേ തമ്പുരാനെ. ആഖിറത്തിൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടുന്ന, വിജയം കിട്ടുന്ന, നിന്റെ പൊരുത്തത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്ന, നബി തങ്ങളെ ശഫാഅത്തിൽ ചേർത്തപ്പെടുന്ന സബബാക്കി തരണേ തമ്പുരാനെ. ദുനിയാവിലെ എല്ലാവിധ കാവലും ബർക്കത്തും റഹ്മത്തും ആഫിയത്തും സലാമത്തും ശിഫയും കിട്ടുന്ന സബബുമാക്കി തരണേ തമ്പുരാനെ. ആദരവായ നബിതങ്ങളെ ബഹുമാനപ്പെട്ട ഹദറത്തിലേക്കും അമ്പിയാക്കൾ, ഔലിയാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും ഇതിന്റെ സവാബിന് ഞങ്ങൾ ഹദിയ ചെയ്യുന്നു. നീ കബൂലാക്കണേ റഹ്മാനെ.
റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ടും മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടും അമലിന്റെ അദമത്ത് കൊണ്ടും ഞങ്ങളെ കൽബുകളൊക്കെ നീ നന്നാക്കി തരണേ റബ്ബേ. എല്ലാ അഴുക്കിൽ നിന്നും വൃത്തിയാക്കി നിന്നെ ഓർക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നോടടുക്കുന്ന, നിന്നെ കൊണ്ട് ശോകരാകുന്ന കൽബാക്കണേ തമ്പുരാനെ. നീ പൊരുത്തപ്പെട്ടതിലേക്കുള്ള പ്രേരണ ഞങ്ങളെ കൽബിൽ നിന്ന് നീ തരണേ റഹ്മാനെ. നീ വെറുത്തതിനുള്ള വെറുപ്പ് ഞങ്ങൾക്കാനുള്ള കരുത്ത് ഞങ്ങളെ കൽബിൽ നീ പ്രദാനം ചെയ്യണേ റബ്ബേ. പടച്ച തമ്പുരാനെ, നബിതങ്ങൾ വിശേഷിപ്പിച്ച കൽബ് നന്നായാൽ ബാക്കി അവയവങ്ങൾ നന്നായി എന്ന് പറയുന്ന ആ നന്മ ഞങ്ങളെ കൽബിന്റെ അകത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. ശരിയായ ഈമാൻ ഞങ്ങളെ കൽബിൽ ഉറപ്പിക്കണേ റബ്ബേ. എല്ലാ സമയത്തും ഞങ്ങളെ ഈമാൻ ബലപ്പെടുത്തി അതിന്റെ കമാലിയത്തിലും മഅരിഫത്തിലും ഞങ്ങളെ നീ എത്തിച്ചു തരണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തന്ന നിയമത്തുകൾ എത്രയോ വലിയതാണ്. ആ നിയമത്തുകൾ എന്നും ഞങ്ങൾക്ക് നീ ദായിമയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ വന്ന ദോഷം കാരണമായിട്ട് തന്ന നിയമത്ത് നീ എടുത്തു കളയരുതേ റബ്ബേ. നീ തന്ന നിയമത്തുകളെ കൊണ്ടെമ്പാടും ഖൈർ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. പഠിച്ചവനെ, ഞങ്ങൾ ദോഷികളാണ് റബ്ബേ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും മുന്തിയതും പിന്തിയതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും നിന്നോട് നേർക്ക് നേരെ ചെയ്തതും ജനങ്ങളെ ഹക്കിൽ കൂടെ വന്നതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ തമ്പുരാനെ. ദോഷങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. ദോഷം പൊറുക്കാൻ നീ അല്ല, എന്നോടല്ലാതെ മറ്റൊരാളോട് സങ്കടം പറയാനില്ല. നീ അല്ലാതെ മറ്റൊരാൾ പുറത്തു തരാനില്ല. നീ പുറത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടതാണ്. പടച്ചവനെ, അങ്ങനത്തെ ഒരു അകൽച്ച ഞങ്ങൾക്ക് നീ തരല്ലേ തമ്പുരാനെ. ഞങ്ങളെ ദോഷം ഫള് കൊണ്ട് പുറത്തു തരണേ റഹ്മാനെ. പടച്ചവനെ, ദോഷം കാരണമായിട്ട് നിന്റെ ശിക്ഷന്റെ മുമ്പിലേക്ക് ഞങ്ങളെ വരുത്തരുതേ തമ്പുരാനെ. നിന്റെ മൗഫിറത്ത് കൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. നിന്റെ അഫ്വ് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഉസ്താദന്മാര്, മശായിഖന്മാര്, ഈ ഖൈറായ വിഷയം സംഘടിപ്പിച്ചവര്, അതിന് സ്ഥലം തന്നവര്, അതിന് നേതൃത്വം കൊടുക്കുന്നവര്, അതിലേക്ക് സംഭാവന തന്നവര്, അതിലേക്ക് സേവനം ചെയ്ത് അധ്വാനിച്ചവര്, അതിന് നേതൃത്വം കൊടുക്കും, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര്, റഹ്മാനായ സയ്യിദാ റബ്ബേ, അങ്ങനെ എല്ലാ വിധേനയും സഹകരിച്ച എല്ലാവരുടെയും അവരുടെ മാതാപിതാക്കളെയും ദോഷം വെറുത്തു മാഫാക്കണേ തമ്പുരാനെ. മുസ്ലിം അല്ലാത്ത സഹോദരന്മാർക്ക് നീ നന്മ ചെയ്യണേ റബ്ബേ. അർഹമുർറാഹിമീനായ സയ്യിദാ റബ്ബേ, ദോഷങ്ങളെയും ദോഷം കാരണമായിട്ട് ദുനിയാവിൽ നിന്നോ ആഖിറത്തിൽ നിന്നോ പിടിച്ചു ശിക്ഷിക്കരുതേ റബ്ബേ. ഐബാക്കരുതേ റഹ്മാനെ. പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കരുതേ റഹ്മാനെ. സാലിഹായ അമലുകൾ അധികം ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അതിനു പറ്റിയ ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തിനോ മൈശത്തിനോ തടസ്സം വരുന്ന രോഗങ്ങളോ തിടുക്കങ്ങളോ ഹമ്മുകളോ ബേജാറുകളോ തരരുതേ റബ്ബേ. ഞങ്ങളെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ചപ്പാടോടുകൂടെ പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ ആരെയും നീ താത്തരുതേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടാ കലിമത്തു തൗഹീദോടുകൂടാ നിന്റെ ലിഖാ മോഹിച്ചുകൊണ്ട് മരിക്കുന്നവരിലാക്കണേ തമ്പുരാനെ. മരണം ഒരു വിജയത്തിലാക്കി തരണേ റബ്ബേ. മരണത്തിന്റെ സക്കറാത്ത് എളുപ്പമാക്കണേ റഹ്മാനെ. എല്ലാ റഹ്മത്തുകളാലും നിറക്കപ്പെട്ട ഹദറത്താക്കി തരണേ തമ്പുരാനെ. ദോഷം ചെയ്തുകൊണ്ട് മരിച്ചു പോകുന്നവരിലാക്കരുതേ തമ്പുരാനെ. നിന്റെ ദാക്കിറായിട്ടും ആരിഫായിട്ടും തൗബയിലും ഈമാനിലും ലദ്ദത്തിലും മരിപ്പിക്കണേ തമ്പുരാനെ. ആദരവായ നിബിതങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കുന്നവരിലാക്കണേ തമ്പുരാനെ. മരണം ഞങ്ങൾക്കൊരു വിജയത്തിലാക്കി തരണേ തമ്പുരാനെ. ലൈനായി ഇബ്ലീസിന്റെ ചതി ഹയാത്തിലും മൗത്തിലും ഞങ്ങളെ തൊട്ട് നീക്കിത്തരണേ റബ്ബേ. മരിച്ചു കഴിഞ്ഞാൽ സാലിഹ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥിതി ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി മയ്യത്തസ്കരിക്കുന്ന ഖൈർ കൊണ്ട് ദുആ ചെയ്യുന്ന ധാരാളം മുഅ്മിനീങ്ങളെ സഹായം തരണേ റഹ്മാനെ. എല്ലാവരും ഞങ്ങളെ കൈവിടുന്ന ദിവസത്തിലും നിന്റെ പൊരുത്തത്തിലേക്ക് ചേർത്ത് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ വിശാലമായ ജീവിതത്തിൽ നിന്ന് ഖബറിലേക്ക് വരുമ്പോൾ റഹ്മാനായ റബ്ബേ, അത് പേടിന്റെ വീടാക്കരുതേ റബ്ബേ.
റഹ്മത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വർഗീയമായ ഉടുപ്പുകൾ നൽകുക, സ്വർഗീയമായ വിരിപ്പുകൾ വിരിക്കുക, വിശാലമാകുന്ന കണ്ണെത്താവുന്ന അത്രയും വിശാലമാക്കുക, സ്വർഗത്തിന്റെ കപാടങ്ങൾ തുറന്നു കൊടുക്കുക എന്ന് അല്ലാഹു മലായികത്തിനോട് കൽപ്പിച്ചുകൊണ്ട് കൽപ്പിക്കപ്പെടുന്ന ആ ഫളലുകൾ ഞങ്ങളെ ഖബറിൽ തരണേ തമ്പുരാനെ. അങ്ങനത്തെ ഒരു ഖബറിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആനും സാലിഹാമലുകളെയും മലായികത്തുകളെയും ഞങ്ങളെ ഖബറിന്റെ അകത്ത് കൂട്ടുകാരാക്കി തരണേ റബ്ബേ.